ഹായ് ഹലോ വണക്കം. വെൽക്കം ടു സെക്കൻഡ് ഷോ. കഴിഞ്ഞ ദിവസം സെക്കൻഡ് ഷോയിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു. എൻ്റെ 10 സബ്സ്ക്രൈബേഴ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയ്ക്ക് ഒരുപാട് ലൈക്കും ഒരുപാട് കമൻസും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായും ആ വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അതിനു മുമ്പ് ഒന്നുകൂടി ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒരു കമന്റ് കൂടെ ചെയ്യുക. ഓക്കെ. ഇന്നത്തെ സിനിമ എന്ന് പറയുമ്പോൾ അയ്യർ ഇൻ അറേബ്യ, നമ്മുടെ മുകേഷ് ജി അഭിനയിച്ച സിനിമയാണ്. അതിൻ്റെ സംവിധായകൻ എം.എ. നിഷാദ്. അദ്ദേഹത്തിൻ്റെ പ്രീവിയസ് മൂവീസ് നമുക്കിപ്പോൾ ഒന്ന് ചെകഞ്ഞ് നോക്കാം. ഒരു മിനിറ്റ്. അദ്ദേഹത്തിൻ്റെ മുൻകാല സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ പറയത്തക്കവണ്ണം നല്ല സിനിമകളൊന്നുമില്ല. 2012 നമ്പർ 66, മധുര ബെസ്റ്റ് ഓഫ് ലക്ക്, അതായത് നമ്മുടെ കൈലാഷും ആസിഫ് അലിയും ഒക്കെ അഭിനയിച്ചിരുന്ന ബെസ്റ്റ് ഓഫ് ലക്ക്, അത് മാത്രം മതി. പിന്നെ 2018 കിണർ, സുരേഷ് ഗോപിയുടെ ആയുധം, ഇങ്ങനെയൊക്കെ കുറേ പടങ്ങൾ. പിന്നെ പഴയ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ തില്ലാന അങ്ങനെയൊക്കെ പറയും പോലെ ഒരുപാട്. അദ്ദേഹത്തിനെ നമുക്ക് ഒരു ഡയറക്ടർ എന്നുള്ള രീതിക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു മാധ്യമങ്ങളിൽ അദ്ദേഹം ഈ ഒരു ദിലീപിന്റെ വിഷയമൊക്കെ വന്ന സമയത്ത് അദ്ദേഹം ഒരുപാട് മാധ്യമ ചർച്ചകളിൽ വന്ന് സംസാരിച്ചിരുന്നു. അങ്ങനെയൊക്കെ ഒട്ടുമിക്ക പേർക്കും എം.എ. നിഷാദ് എന്ന് പറഞ്ഞ സംവിധായകനെ അറിയാമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആസ് എ ഹോൾ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ദുർഘടം തന്നെയായിരുന്നു. വളരെ കണ്ടിരിക്കാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യം തന്നെയായിരുന്നു അയ്യർ ഇൻ അറേബ്യ. അത്രത്തോളം ബോറായിരുന്നു എന്ന് തന്നെ പറയാം. പടത്തിന്റെ ഒരു ഇതിവൃത്തത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ജാതി, മതം, രാഷ്ട്രീയം ഒക്കെ സംസാരിക്കുന്ന ഒരു ചിത്രം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതിനിടയ്ക്ക് കുത്തിത്തിരിവിയ കുറേ കോമഡികൾ, കുറേ അങ്ങനത്തെ സംഭാഷണങ്ങളും കുറേ ഡബിൾ മീനിങ്ങുകളും, അതിൻ്റെയൊക്കെ കാലഘട്ടം കഴിഞ്ഞു എന്നുള്ളത് ഇതിൻ്റെ സംവിധായകൻ അറിഞ്ഞു കാണില്ല എന്ന് എനിക്ക് തോന്നുന്നു. എം.എ. നിഷാദ് അദ്ദേഹം കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും. പുതിയ കാലഘട്ടത്തിലെ സിനിമകളൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഈ പാവപ്പെട്ടവരുടെ അഭിപ്രായം. ഇപ്പോൾ ഈ ബോഡി ഷെയ്മിങ് ആയിട്ടുള്ള കോമഡീസ്, അതുപോലെ ഓടി വന്നിട്ട് ചാണകത്തിൽ വീഴുക എന്നൊക്കെ പറയുമ്പോഴത്തെ തമാശകളുണ്ടല്ലോ, അതൊക്കെ ഇന്നേ കാലത്ത് അത് എത്രത്തോളം ആൾക്കാർക്ക് അത് ഡൈജസ്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. കാരണം അതൊക്കെ കണ്ട് പഴകി കഴിഞ്ഞ തമാശകളാണ്. അപ്പോൾ അത് ഇന്നേ കാലത്ത് അത് അത്രത്തോളം ദഹിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത്തരം കോമഡികളാണ് തീർച്ചയായിട്ടും ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ സംവിധായകൻ എന്ന് ഞാൻ പറയാൻ കാരണം അദ്ദേഹം തന്നെയാണ് ഇതിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണവും എല്ലാം നിർവഹിച്ചിട്ടുള്ള ആൾ. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥയിലാണ്. അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസനും ഈ പറയും പോലെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് വളരെ രസകരമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് വളരെയധികം രസമുള്ള ഒരു സംഭവം തന്നെയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആക്ടിങ് കരിയർ എടുത്തു കഴിഞ്ഞാൽ വളരെയധികം പരമ ബോറായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത്. സത്യത്തിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അദ്ദേഹം എന്തിനാണ് ഈ അഭിനയിക്കാൻ പോകുന്നത്. എനിക്ക് അദ്ദേഹത്തിന്റെ വളരെ ഇഷ്ടമുള്ള ഒരു സിനിമയാണ് അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത ലവ് ആക്ഷൻ ഡ്രാമ എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രം. നിവിൻ പോളിയായിരുന്നു അതിൽ പ്രധാന കഥാപാത്രമായിട്ട് ചെയ്തിട്ടുള്ളത്. ആ സിനിമയൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അത് ധ്യാൻ ശ്രീനിവാസൻ ഡയറക്റ്റ് ചെയ്ത സിനിമയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ അഭിനയത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ വളരെയധികം കണ്ടിരിക്കാൻ സഹിക്കാൻ പറ്റാത്ത അത്രമാത്രം ബോറായിട്ടുള്ള അത്രയ്ക്കും ബോറായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അത് എനിക്ക് എന്താണ് അതിന്റെ കുറവെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അദ്ദേഹം സെലക്ട് ചെയ്യുന്ന ഇപ്പോൾ സ്റ്റോറീസിന്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന സംവിധായകരുടെ പ്രശ്നമാണോ എന്തെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഈ അഭിനയിച്ച് തള്ളുന്ന ഒരു വർഷത്തിൽ അദ്ദേഹത്തിന്റെ 3-4 സിനിമകൾ ഇറങ്ങുന്നുണ്ട്, 5 സിനിമകൾ ഇറങ്ങുന്നുണ്ട് ധ്യാനിന്റെ. പക്ഷെ എന്നിരുന്നാൽ പോലും അദ്ദേഹം ഈ അഭിനയിക്കുന്ന സിനിമകൾ കുറച്ചുകൂടെ സെലക്റ്റീവ് ആയിക്കൂടെ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ഉടലൊക്കെ തന്നെയും അതൊരു എന്താ പറയുക, ഉടലൊക്കെ നമുക്ക് ആ ഒരു ജോണറിൽ വന്നൊരു സിനിമ എന്ന് കരുതി നമുക്ക് കണ്ടിരിക്കാം. കാരണം എല്ലാവരെയും പോലെ തന്നെയും നമുക്കും അത്തരത്തിലുള്ള ജോണേഴ്സിനോട് തോന്നുന്ന ഒരു ആകാംക്ഷ അത്
ആ സിനിമയുടെ ഒരു ഫ്ലോയിലേക്ക് നമ്മൾ കടന്നു പോകുന്നു എന്നുള്ളതല്ലാതെ ധ്യാൻ ശ്രീനിവാസൻ എന്നുള്ളൊരു നടൻ അവിടെ പെർഫോം ചെയ്യാനായിട്ട് അത്രത്തോളം വലിയൊരു പ്ലാറ്റ്ഫോം ഉണ്ടെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് അവിടെ ശരിയായെന്നോ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. അത്രയും പരമമായ ഒരു ബോർ ആക്ടറായിട്ടാണ് എനിക്ക് ധ്യാൻ ശ്രീനിവാസനെ പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സിദ്ധാർത്ഥ രാമസ്വാമിയാണ് ഇതിന്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. സിനിമാറ്റോഗ്രാഫിയെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് ഒന്നും തന്നെയില്ല. അത്യാവശ്യം ഈ സിനിമയുടെ ആ പരമമായ ബോറിൽ നിന്നും ഈ സിനിമയെ ഒരു വിധത്തിലും കരകയറ്റാൻ എൻ്റെ സിനിമാറ്റോഗ്രാഫിക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് MR രാജാകൃഷ്ണനാണ്, 4 Frame സ്റ്റുഡിയോസ്. സൗണ്ട് അത്യാവശ്യം തിയേറ്ററിൽ നന്നായിട്ട് കേൾക്കാമായിരുന്നു എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അതും എടുത്തു പറയാനായിട്ടൊന്നും തന്നെ ഇല്ല. പിന്നെ എൻ്റെ സംഗീതവും RR ഒക്കെ നിർവഹിച്ചിരിക്കുന്നത് മധുസൂദനൻ ആനന്ദ് മധുസൂദനൻ എന്ന് പറഞ്ഞ ആളാണ്. അത് പറയുകയാണെങ്കിൽ ഈ പാവ എന്നൊരു സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടാണ് എനിക്കറിയാമെന്നുള്ളത്. പൊടിമീശ മുളയ്ക്കണ കാലം എന്നൊരു പാട്ട് മുമ്പ് വന്നൊരു പാട്ടാണ്. അത് വളരെ നല്ലൊരു പാട്ടാണ്. P ജയചന്ദ്രൻ ആലപിച്ച ഒരു പാട്ടാണ്. വളരെ നല്ലൊരു പാട്ടാണ്. അത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു പാട്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അല്ലാത്ത പക്ഷം ഇതിലെ പാട്ടുകൾ എടുക്കുകയാണെങ്കിൽ എടുത്ത് പറയാൻ മാത്രം അത്ര മനോഹരമായ ഒരു പാട്ടുകൾ ഇതിൽ എടുത്തു പറയാൻ മാത്രമില്ല. അപ്പോൾ അത്രയൊക്കെയാണ്. കാരണം എടുത്തു പറയാൻ മാത്രം ഇതിലൊരു പ്രത്യേകതയായിട്ട് എനിക്ക് ഒന്നും തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും തിയേറ്ററിൽ ഒരു 2.5 മണിക്കൂർ എനിക്ക് വളരെയധികം ലാഗായിട്ട് ഫീൽ ചെയ്തു. എനിക്ക് വളരെ കണ്ടിരിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സിനിമ തന്നെയാണത്. കാരണം എന്തിനാണ് ഇതിൻ്റെ ടിക്കറ്റ് എടുക്കാൻ തന്നെയും ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടു. കാരണം പോണ്ടിച്ചേരിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മലയാളീസ് വളരെ കുറവാണ്. അപ്പോൾ തിയേറ്ററിൽ എനിക്കൊന്നു ഞാനുൾപ്പെടെ ഒരു 2-3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ ഒരു മിനിമം ഒരു 10 പേരെങ്കിലും ഇല്ലാതെ പടം ആരംഭിക്കാൻ കഴിയില്ല എന്ന് പറയുകയും പിന്നെ ഞാൻ എൻ്റെ തന്നെ കുറച്ച് പോണ്ടിച്ചേരിയിലുള്ള തമിഴന്മാരായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തുകയും അവരെയൊക്കെ വെച്ചൊരു 10-12 പേരായിട്ടാണ് ഈ സിനിമ നമ്മൾ കണ്ടത്. അതിൽ ഈ പറഞ്ഞ ബാക്കിയുള്ള തമിഴന്മാർക്കൊന്നും ഈ സിനിമ എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല. മനസ്സിലായ ഞങ്ങൾ കുറച്ച് മലയാളികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു മടുപ്പ് തോന്നുന്ന ഒരു സിനിമ. ടോട്ടാലിറ്റിയിൽ ആസ് എ ഹോൾ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങളാരെങ്കിലും ഇപ്പോൾ ആരെങ്കിലും കാണാനായിട്ടോ ഏതെങ്കിലും ഒരു ആവശ്യത്തിനായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോവുകയാണ്. അപ്പോൾ ഈ കാണാൻ പോയ വ്യക്തി ഒരു 2-3 മണിക്കൂർ ഇനിയും വൈകും, കുറച്ച് സമയമുണ്ടോ വൈകും, എന്നിട്ട് അയാളെ കാണാൻ കഴിയുന്നൊരവസ്ഥ വരികയാണെങ്കിൽ നിങ്ങളപ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിൽ ചിന്തിക്കും ഏതെങ്കിലും ഒരു സിനിമാ തിയേറ്ററിലോ എവിടെയെങ്കിലും കുറച്ച് നേരം സമയം ചെലവഴിക്കാം, അപ്പോഴത്തേക്കും അയാളും വരുമല്ലോ. അപ്പോൾ അങ്ങനെ എങ്ങാനും മനസ്സിലൊരു ചിന്ത വരികയാണെങ്കിൽ ദയവായി ഈ സിനിമയുടെ പോസ്റ്റർ എങ്ങാനും അവിടെ കാണണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളത് കാണാതെ അടുത്ത് ഏതെങ്കിലും നല്ലൊരു ചിക്കൻ ബിരിയാണി കടയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കയറി നല്ലൊരു ചിക്കൻ ബിരിയാണി സൈഡ് ഡിഷായിട്ട് എന്തെങ്കിലും ഒരു തന്തൂരിയോ ചിക്കൻ പക്കോടയൊക്കെ വാങ്ങിച്ച് കഴിക്കുക. അത് കഴിച്ചിട്ട് തിരിച്ചിറങ്ങുമ്പോൾ 50 രൂപ എങ്ങനെ നിങ്ങൾ മിച്ചം ഉണ്ടെങ്കിൽ അതിന് നല്ലൊരു ചായയും കുറച്ച് ബജിയോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിക്കുക. കാരണം ഈ 50 രൂപ നിങ്ങളിൽ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ തിയേറ്ററുകാർ ഈ സിനിമയുടെ ടിക്കറ്റ് 50 രൂപയ്ക്ക് നിങ്ങൾക്ക് തരാമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ സിനിമയ്ക്ക് കയറ്റിക്കളയും. ഞാൻ ഇത്രയും പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് പരമമായ ഒരു ബോർ സിനിമ തന്നെയാണ് ഇത്. അൺസഹിക്കബിൾ എന്ന് പറയുമ്പോൾ ഒരു ചിത്രം. ദയവായി MA നിഷാദ് ഒന്നുകൂടെ വിലയിരുത്തുക സ്വയം. കുറച്ചുകൂടെ നല്ല തിരക്കഥയും കുറച്ചുകൂടെ നല്ല അടിസ്ഥാനപരമായിട്ട് കുറച്ചുകൂടെ നല്ലൊരു ആശയവും കുറച്ചുകൂടെ നല്ല ആർട്ടിസ്റ്റുകളെയൊക്കെ വെച്ച് നല്ലൊരു സിനിമ എടുക്കാൻ ശ്രമിക്കുക. ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലെ ആസ്വാദകർക്ക് ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നല്ല സിനിമകൾ എടുക്കാനായിട്ട് ദയവായി ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ സെക്കൻഡ് ഷോയിൽ നാളെ ശ്രീനാഥ് വാസി അഭിനയിച്ച LLB എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി നാളത്തെ എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.